ഡെയിലി ട്രാക്കിങ്ങിൽ കുട്ടികളുടെ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും രേഖപ്പെടുത്തുന്ന സമയത്ത് ചില കുട്ടികളുടെ പേരിന് നേരെയായിട്ട് ഇതേ രീതിയിൽ ഓപ്റ്റഡ് ഔട്ട് ഫോർ SNP എന്ന് നമുക്ക് ചുവപ്പ് നിറത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ SNP ഓപ്റ്റ് ഔട്ട് കാണുന്ന കുട്ടികളുടെ മോർണിംഗ് സ്നാക്സ് രേഖപ്പെടുത്തുവാൻ സാധിക്കില്ല. കൂടാതെ HCM രേഖപ്പെടുത്തുന്നതിനായിട്ട് ഈ ഒരു കുട്ടികളുടെ പേര് നമുക്ക് HCM ലിസ്റ്റിലും കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ഇത് മറ്റൊന്നും കൊണ്ടല്ല വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ സ്കൂൾ ഗോയിങ് കുട്ടികളെയും അതുപോലെ പ്രീ സ്കൂളിൽ തീരെ വരാത്ത കുട്ടികളെയും THR HCM ഓപ്ഷൻ നോ കൊടുത്ത് SNP ഓപ്റ്റ് ഔട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ പ്രീ സ്കൂളിൽ വരുന്ന ഏതെങ്കിലും കുട്ടികളുടെ പേരിന് നേരെ ഇതേ രീതിയിൽ SNP ഓപ്റ്റ് ഔട്ട് കാണുകയാണെങ്കിൽ ആ കുട്ടിക്ക് മോർണിംഗ് സ്നാക്സ് HCM എന്നിവ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ പേരിന് നേരെ ഇതേ രീതിയിൽ SNP ഓപ്റ്റ് ഔട്ട് കാണുകയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ THR HCM ഓപ്ഷൻ യെസ് ആക്കിയിട്ട് SNP ഓപ്റ്റ് ഇൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്കൂൾ ഗോയിങ് കുട്ടികളുടെ പേരിന് നേരെയും അതുപോലെ പ്രീ സ്കൂളിൽ തീരെ വരാത്ത കുട്ടികളുടെ പേരിന് നേരെയും ഇതേ രീതിയിൽ SNP ഓപ്റ്റ് ഔട്ട് കാണുകയാണെങ്കിൽ അത് നമ്മൾ മാറ്റേണ്ടതില്ല. അത്തരത്തിലുള്ള കുട്ടികളെ SNP ഓപ്റ്റ് ഔട്ട് ആയി തന്നെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ പേരിന് നേരെ ഇതേ രീതിയിൽ SNP ഓപ്റ്റ് ഔട്ട് കാണുകയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ THR HCM ഓപ്ഷൻ യെസ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു കുട്ടിയെ SNP ഓപ്റ്റ് ഇൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായി ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 3 to 6 കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ SNP ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ പേരും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പേരിന് വലതുവശത്ത് കാണുന്ന 3 കുത്തിൽ തൊടുക. അതിനുശേഷം താഴെ കാണുന്ന THR HCM ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, SNP ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവാണെങ്കിൽ ഇതേ രീതിയിൽ നോ എന്ന ഓപ്ഷനിലാണ് ഈ ഒരു ചുവപ്പ് നിറത്തിലുള്ള സെലക്ഷൻ കാണാൻ സാധിക്കുക. SNP ഓപ്റ്റ് ഔട്ട് ചെയ്യാത്ത ഗുണഭോക്താവാണെങ്കിൽ എസ് എന്ന ഓപ്ഷനിലായിരിക്കും നമുക്ക് ഈ ഒരു ചുവപ്പ് ഡോട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളൊരു ഗുണഭോക്താവിനെ THR ഓപ്ഷൻ നോ കൊടുത്ത് SNP ഓപ്റ്റ് ഔട്ട് ചെയ്താൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിൻ്റെ SNP ഓപ്റ്റ് ഇൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെയുള്ള ഈ ഒരു എസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ മാറ്റുവാൻ ടീച്ചർമാർക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൂപ്പർവൈസർക്ക് നമ്മുടെ പോർഷൻ ട്രാക്കറിൽ നിന്നും ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയും തുടർന്ന് സൂപ്പർവൈസർ ആ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ഒരു ഗുണഭോക്താവിൻ്റെ THR HCM ഓപ്ഷൻ യെസ് ആയി മാറുന്നതാണ്. അപ്പോൾ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന സെൻഡ് റിക്വസ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തതായിട്ടൊരു സന്ദേശം കാണുവാൻ സാധിക്കുന്നതാണ്. സൂപ്പർവൈസർ ഈ ഒരു റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതുവരെ ഈ ഒരു ഗുണഭോക്താവിൻ്റെ THR HCM പേജിൽ നമുക്ക് ഇതേ രീതിയിൽ റിക്വസ്റ്റ് സെൻഡ് എന്നൊരു ശരി ചിഹ്നവും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ഫ്രം സൂപ്പർവൈസർ എന്നൊരു സന്ദേശവുമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുള്ള കാര്യം സൂപ്പർവൈസറെ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂപ്പർവൈസർ ഈ ഒരു റിക്വസ്റ്റ് അപ്രൂവ് ചെയ്താൽ ഇതേ രീതിയിൽ റിക്വസ്റ്റ് അപ്രൂവ്ഡ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ഗുണഭോക്താവിൻ്റെ THR HCM ഓപ്ഷൻ യെസ് ആവുകയും സാധാരണ രീതിയിൽ തന്നെ അറ്റൻഡൻസ്, മോർണിംഗ് സ്നാക്സ്, HCM എന്നിവ രേഖപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ മാസം THR HCM ഓപ്ഷൻ നോ കൊടുത്ത ഒരു ഗുണഭോക്താവിനെ ഇതേ മാസം തന്നെ നമുക്ക് തിരികെ THRന്റെ രജിസ്റ്ററിലേക്ക് ചേർക്കാൻ സാധിക്കുകയില്ല. തൊട്ടടുത്ത മാസം മുതൽ മാത്രമാണ് THR HCM ഓപ്ഷൻ യെസ് ആക്കുന്നതിന് സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.